35ാമത് ദേശീയ ഗെയിംസിന് വർണ്ണാഭമായ കൊടിയിറക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് മൈതാനത്തിൽ സമാപന ചടങ്ങിനോടനുബന്ധിച്ച വിവിധ സംസ്ഥാനങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. വിശദാംശങ്ങളുമായി ജിതിൻ ഇപ്പോൾ ചേരുന്നു. ജിതിൻ, വർണ്ണാഭമായിട്ടുള്ള ഒരു സമാപനത്തിനാണ് നാഷണൽ ഗെയിംസിന്റെ സമാപന ചടങ്ങ് വേദിയായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുനിൽ, പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടുകൂടിയാണ് 35ാമത് ദേശീയ ഗെയിംസിന് സമാപനമായത്. ദേശീയ ഗെയിംസിന്റെ സമാപന ചടങ്ങുകൾ നടന്ന കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭം തന്നെയായിരുന്നു. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത നൃത്തരൂപങ്ങളായിരുന്നു ചടങ്ങിൽ അരങ്ങേറിയതിലെ പ്രധാന ആകർഷണം. ഒപ്പം തന്നെ നടി ശോഭന അവതരിപ്പിച്ച റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന നൃത്തശില്പവും പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. ഇന്ത്യയിലെ വിവിധ നദികളെ കുറിച്ചുള്ള നൃത്താവിഷ്കാരമായിരുന്നു ശോഭന അവതരിപ്പിച്ച റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന നൃത്തശില്പം. ഇതായിരുന്നു കലാപരിപാടികളിൽ മുഖ്യ ആകർഷണമായി നമുക്ക് എടുത്തു പറയാനാവുക. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അതത് സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത നൃത്തരൂപങ്ങൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. കേരളത്തിൽ നിന്നും ഒപ്പനയും മാർഗം കളിയുമായിരുന്നു ഈ വിഭാഗത്തിലൂടെ സമാപന ചടങ്ങിൽ ഇടം നേടിയത്. ഇത്തരത്തിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ വിപുലമായ രീതിയിലാണ് ദേശീയ ഗെയിംസിന് സമാപനമായത്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമാപന ചടങ്ങിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ നടന്ന വേദിയിൽ നിന്നും വിട്ടുനിന്നത് ശ്രദ്ധേയമായി. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അരികിലായുള്ള അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ആദ്യാവസാനം ആ സ്ഥാനത്തേക്ക് വരികയുണ്ടായില്ല. AP അനിൽകുമാറിനും ഒപ്പം VS ശിവകുമാറിനും മുഖ്യവേദിയിൽ ഇടം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹം മുഖ്യവേദിയിൽ നിന്നും വിട്ടുനിന്നത്. പരിപാടിയുടെ ആദ്യ അവസാനം അദ്ദേഹം വേദിക്ക് പുറത്താണ് ഉണ്ടായിരുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് അടക്കമുള്ളവർ അദ്ദേഹത്തെ അന്വേഷിപ്പിച്ച് വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും വേദിയിലെത്താൻ തിരുവഞ്ചൂർ തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ അടുത്ത ഗെയിംസ് നടക്കുന്ന ഗോവയ്ക്ക് ദേശീയ ഗെയിംസിന്റെ പതാക കൈമാറുന്ന ചടങ്ങിൽ പ്രോട്ടോകോൾ പ്രകാരം അതത് സംസ്ഥാനത്തെ കായിക മന്ത്രിയാണ് പങ്കെടുക്കേണ്ടത്. എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായില്ല. ഇത് സമാപന ചടങ്ങിനെയും വരും ദിവസങ്ങളിൽ സമാപന ചടങ്ങിനെ സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങൾക്ക് ഈ സംഭവം വഴിയൊരുക്കിയേക്കും. ഏതായാലും അടുത്ത ദേശീയ ഗെയിംസ് നടക്കുന്ന ഗോവയ്ക്ക് ദേശീയ ഗെയിംസിന്റെ പതാക ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധികൃതർക്ക് കൈമാറിക്കൊണ്ടാണ് ദേശീയ ഗെയിംസിന്റെ സമാപന ചടങ്ങുകൾക്ക് വിപുലമായ സമാപനമായിരിക്കുന്നത്. ദേശീയ ഗെയിംസിന്റെ സമാപന ചടങ്ങുകൾ, വർണ്ണാഭമായ സമാപന ചടങ്ങുകൾക്കാണ് തിരുവനന്തപുരം വേദിയായത്. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ. സമാപന ചടങ്ങ് ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രിമാർക്കുൾപ്പെടെ വേദിയിൽ ഇരിപ്പിടം ലഭിക്കാത്തതിലാണ് വേദിയിൽ നിന്ന് മാറി നിന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എനിക്കതിൽ എൻ്റെ മനസ്സിലൊരു ചെറിയ ദുഃഖമുണ്ട്. ഞാൻ അവരെ മേളിലിരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ മേളിൽ പല ആളുകളെ കാണാൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റേഡിയത്തിൽ തന്നെ പല ആളുകളെ കാണാൻ വേണ്ടി ഞാൻ അവരെ റിസീവ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ പോയതാണ്. പക്ഷെ മടങ്ങി വന്നപ്പോൾ അവർ രണ്ടാൾ താഴെ ഇരിക്കുന്ന കേട്ടു. ഞാൻ അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് വേറെ രൂപത്തിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയല്ല, ഞാനും പിന്നെ അവിടെ പോയിരിക്കേണ്ട. ഞാനും അതുകൊണ്ട് കുറച്ച് മാറി പുറകിൽ നിന്നു. എല്ലാ കാര്യങ്ങളും സാധാരണഗതി നമ്മുടെ ഇവിടെ എന്താ മുമ്പിലിരിക്കാനേ ഇടി, ഇത് പുറകിൽ എന്തുകൊണ്ടിരുന്നു എന്നുള്ളത് എന്നോടുള്ള ചോദ്യം. നാദാപുരം ഷിബിൻ വധക്കേസിലെ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മതപണ്ഡിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാദാപുരം വലിയ പള്ളിയിലെ ജീവനക്കാരനായ സൂഫി മുസ്ലിയാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഒരു രാത്രിയും പകലും ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. നാദാപുരം ഷിബിൻ വധക്കേസിലെ പ്രധാന പ്രതികളായ തെയ്യുംപാടി ഇസ്മായിൽ, മുനീർ, അസ്ലം എന്നിവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച സൂഫി മുസ്ലിയാരെയാണ് പോലീസ് പിടികൂടിയത്. നാദാപുരം വലിയ പള്ളി ജീവനക്കാരനായ സൂഫി മുസ്ലിയാർ പ്രതികളെ പള്ളിയിലാണ് ഒളിവിൽ സംരക്ഷിച്ചത്. കൊലപാതകം നടത്തിയ രാത്രിയും പിറ്റേ ദിവസം പകലുമായി പള്ളിയിലെ ബാത്റൂമിൽ പ്രതികളെ ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചു. വിശ്രമിക്കാനാവശ്യമായ സാഹചര്യവും ഒരുക്കി ഭക്ഷണവും വെള്ളവും നൽകി. തുടർന്ന് അടുത്ത ദിവസമായാണ് പ്രതികൾ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഷെഫീഖിന്റെ വീട്ടിലേക്ക് മാറുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ ചോദ്യം ചെയ്യലിനിടെയാണ് ഇക്കാര്യം പോലീസിന് വ്യക്തമായത്. തുടർന്ന് സൂഫി മുസ്ലിയാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ഷിബിൻ വധക്കേസിൽ ഇയാൾ ഉൾപ്പെടെ 15 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. പ്രധാന പ്രതികളായ ജാസിം, സമദ് എന്നിവരെ കൂടി ഇനി പിടികൂടാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ പോലീസിന്റെ വ്യാപക റെയ്ഡ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകൾക്ക് പുറമെ ആഷിഖ് അബു, റീമ കല്ലിങ്കൽ ദമ്പതികളുടെ സ്ഥാപനമായ കഫേ പപ്പായിലും റെയ്ഡ് നടന്നു. അതേസമയം തന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നിട്ടില്ലെന്ന് ആഷിഖ് അബു പ്രതികരിച്ചു. ഇവിടെ ഒരു സാൽസ വർക്ക്ഷോപ്പ് അടക്കമാണ്.
അതല്ലാതെ ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് വ്യാപകമായി റെയ്ഡ് നടക്കുന്നുണ്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ക്രൗൺ പ്ലാസയിൽ നടക്കുന്നുണ്ട്, ഡ്രീംസിൽ നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കഫേ പപ്പായയിലും റെയ്ഡ് നടക്കുന്നത് ഞങ്ങൾക്ക് അത് പോലീസ് ആണോ ഇൻഫർമേഷൻ തന്നത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ പിന്നെ അതെങ്ങനെയാണ് അത് ശരിയാവും? അല്ല, അപ്പൊ എന്താണ് അപ്പൊ ഇവിടെ നടന്നിട്ടില്ല? അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല, ഇവിടെ നടന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് തെറ്റാണ്. അങ്ങനെ ഒരു റെയ്ഡ് നടന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജന ലോക്പാൽ ബിൽ പാസ്സാക്കാനുള്ള അംഗബലമില്ലാത്തതുമൂലം രാജിവെച്ചതിൻ്റെ 1-ാം വാർഷിക ദിനത്തിലായിരുന്നു കെജ്രിവാളിൻ്റെ തിരിച്ചുവരവ്, അതും ബഹുഭൂരിപക്ഷത്തോടെ. കെജ്രിവാളിനൊപ്പം 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കടുത്ത പനി മൂലം വൈകിട്ട് ചേരാനിരുന്ന മന്ത്രിസഭായോഗം മാറ്റിവെച്ചു. വയനാട്ടിൽ മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്തുന്ന കടുവയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചു. കടുവയുടെ ആക്രമണത്തിൽ ഇന്ന് ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തമിഴ്നാട് പിതൃക്കാട് സ്വദേശി മഹീലക്ഷ്മിക്കാണ് കൊല്ലപ്പെട്ടത്. കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികൾ മേൽക്കൈ നേടിയെന്ന് CPIM PB അംഗം MA ബേബി പറഞ്ഞു. ഈ വെല്ലുവിളി നേരിടാൻ CPIM നേതൃത്വം നൽകുന്ന ജാതി മതേതര ശക്തികൾക്ക് കഴിയുമെന്നും MA ബേബി വ്യക്തമാക്കി. ആലപ്പുഴയിൽ നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ജാഥയുടെ ഉദ്ഘാടനം കാസർഗോഡ് കയ്യൂരിൽ നിർവഹിക്കുകയായിരുന്നു MA ബേബി. ആലപ്പുഴയിൽ നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയുമായി അത്ലറ്റുകളുടെ റിലേ ജാഥ കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നിന്നും പ്രയാണം തുടങ്ങി. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ കയ്യൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ആവേശഭരിതമായ ചടങ്ങിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗവും ജാഥ ലീഡറുമായ EP ജയരാജന് പതാക കൈമാറിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികൾ മേൽക്കൈ നേടിയിരിക്കുകയാണെന്നും CPIM നേതൃത്വം നൽകുന്ന ഇടതു മതേതര ശക്തികൾക്ക് മാത്രമേ ഈ വെല്ലുവിളി നേരിടാൻ സാധിക്കുകയുള്ളൂവെന്നും MA ബേബി പറഞ്ഞു. ഈ വർഗീയത ഭീഷണിക്കെതിരായി ജനങ്ങളെ അണിനിരത്താൻ മതേതര ജനാധിപത്യ പുരോഗമന പരിപാടിക്കൊപ്പം ജനങ്ങളെ അണിനിരത്തുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിലേക്കാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. EP ജയരാനിൽ നിന്നും ദേശീയ കായിക താരം ഉണ്ണികൃഷ്ണൻ പതാക ഏറ്റുവാങ്ങി അത്ലറ്റുകൾക്ക് കൈമാറി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ചുവപ്പ് വളണ്ടിയർമാരുടെയും അകമ്പടിയോടുകൂടിയാണ് റിലേ ജാഥയുടെ പ്രയാണം. ഉദ്ഘാടന സമ്മേളനത്തിൽ CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ MP, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AK നാരായണൻ, K കുഞ്ഞിരാമൻ MLA തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. EP ജയരാജനൊപ്പം TV രാജേഷ് MLAയും M രാജഗോപാലനും ജാഥയിൽ സ്ഥിരാംഗങ്ങളാണ്. പതാക ജാഥ ഈ മാസം 19-ന് സമ്മേളന നഗരിയായ ആലപ്പുഴയിൽ എത്തിച്ചേരും. പാതയോരങ്ങളിൽ ആയിരങ്ങളാണ് പതാക ജാഥയെ വരവേൽക്കുന്നത്. കാസർഗോഡ് ജില്ലാതിർത്തിയായ കാലിക്കടവിൽ ജാഥയെ കണ്ണൂർ ജില്ലയിലേക്ക് വരവേറ്റു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, C കൃഷ്ണൻ MLA, KK രാഗേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമ്മേളനത്തെ വരവേൽക്കാൻ 500 സ്ത്രീകളുടെ തിരുവാതിര ആലപ്പുഴയിൽ നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളിൽ തങ്ങളുടെ തിരുവാതിര കൂടി ഉൾപ്പെടുത്തണമെന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ ആവശ്യമനുസരിച്ചാണ് സ്വാസംഘം ജനറൽ സെക്രട്ടറി G സുധാകരൻ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന വിപ്ലവ കവിത രചിച്ചത്. ഇതിന് ഈണം നൽകിയാണ് 200-ലധികം വരുന്ന മഹിളാ പ്രവർത്തകർ ഒരാഴ്ചത്തെ പരിശീലനത്തിന് ശേഷം വിപ്ലവ തിരുവാതിര അവതരിപ്പിച്ചത്. നാട്ടുമക്കൾ കൂട്ടമായി വന്നു ചേരും ആലപ്പുഴ, നാട്ടിലിന്നു CPM സമ്മേളനമായി. പാട്ടുപാടി ആട്ടമാടി നാട്ടുകല ചേർത്തു പാടി കൂട്ടമായി വരുന്നിതാ നാട്ടുമംഗമാ. പ്രശസ്ത ചലച്ചിത്രതാരം ശരണ്യ മോഹൻ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. മുൻ MP കൂടിയായ CS സുജാതയുടെ നേതൃത്വത്തിലായിരുന്നു തിരുവാതിര കളിയുടെ ഒരാഴ്ചത്തെ പരിശീലനം. ഇതിനുശേഷമായിരുന്നു അരങ്ങേറ്റം നടന്നത്.
വിപ്ലവ തിരുവാതിരയും കോലുകളിയും താളമേളങ്ങളുമൊക്കെയായി സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കാൻ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ. കുട്ടിപ്പട്ടർമാൾ സീസൺ 2-ൽ 2ാം സ്ഥാനം നേടിയ തിരുവനന്തപുരം കല്ലറ സ്വദേശി എം ഇർഫാനുള്ള സമ്മാന വിതരണം കോഴിക്കോട് നടന്നു. ക്യൂബിക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുഹമ്മദ് കോയ ഹാജി 2ാം സമ്മാനമായ ടാറ്റ നാനോ കാർ കൈമാറി. മാനേജിംഗ് ഡയറക്ടർ സലീം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ റഹ്മാൻ, ഡയറക്ടർമാരായ കെ പി കോയ, ബി കുഞ്ഞാലിക്കുട്ടി, കൈലി ടി വി മാർക്കറ്റിംഗ് റീജിയൻ മാനേജർ രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ പുതിയ ചാനലായ കൈരളി അറേബ്യയുടെ സംപ്രേഷണം ആരംഭിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്ത മെഗാ ഇവന്റോടും രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സെമിനാറോടും കൂടിയാണ് കൈരളി അറേബ്യയുടെ സംപ്രേഷണം ആരംഭിച്ചത്. 2000-ലെ ഒരു ചിങ്ങപ്പുലരിയിൽ കൈരളി ടി വി എന്ന ദൃശ്യമാധ്യമത്തിലൂടെ മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഒരു മാറ്റത്തിന് തുടക്കമിട്ട മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കുടുംബത്തിൽ നിന്നും 4ാമത്തെ ചാനൽ കൂടി പിറവിയെടുത്തു. പൂർണ്ണമായും പ്രവാസി മലയാളികൾക്കായുള്ള കൈരളി അറേബ്യ. പ്രവാസി മലയാളികളുടെ താല്പര്യങ്ങൾക്കും വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകിയുള്ളതാണ് കൈരളി അറേബ്യ. അബുദാബിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കൈരളി അറേബ്യയുടെ ഉദ്ഘാടനം നടന്നു. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർമാർ, കൈരളി കുടുംബാംഗങ്ങൾ, വ്യവസായ പ്രമുഖരായ MA യൂസഫ് അലി, രവി പിള്ള, PNC മേനോൻ, അറ്റ്ലസ് രാമചന്ദ്രൻ, ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, ജയറാം, ഇന്നസെന്റ്, സിദ്ദീഖ്, മുകേഷ്, കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ സൽമാൻ, സുരാജ് വഞ്ഞാറമൂട്, മനോജ് കെ ജയൻ, ആശാ ശരത്, റിന്യൂ മാത്യൂസ്, ഉഷ നൈല എന്നിവർ ഉദ്ഘാടന വേദിയിലെത്തി. അബുദാബി ആംഡ് ഫോഴ്സ് ഓഫീസേഴ്സ് ക്ലബിൽ തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ സാക്ഷി നിർത്തിയാണ് കൈരളി അറേബ്യയുടെ ഉദ്ഘാടനം നടന്നത്. അബുദാബിയിൽ നിന്ന് ടി ജമാലുദ്ദീൻ. കൈരളി അറേബ്യയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അബുദാബിയിൽ സംഘടിപ്പിച്ച മെഗാ ഇവന്റ് അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി 10,000-കണക്കിന് പേരാണ് കൈരളി അറേബ്യയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അബുദാബിയിലെത്തിയത്. കൈരളി അറേബ്യയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരള വികസനം സംബന്ധിച്ച് സെമിനാർ നടന്നു. പിണറായി വിജയൻ, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സെമിനാറിൽ സംസാരിച്ചു.